എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 5 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഫ്രോക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്തിലാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈനിങ് ക്ലോത്ത് ഇതാ ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് മുകൾ ഭാഗത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കാം. അതായത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി തയ്ക്കുകയാണ് കൈ ചെയ്യുന്നത്. ഇനി താഴോട്ട് നമുക്ക് ആം ഹോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് നമുക്കൊരു 7.5 ഇഞ്ചിൽ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം. താഴ്ഭാഗത്ത് നമുക്കൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ യോക്ക് പോർഷൻ്റെ ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്. ഇനി നമുക്ക് ഈ 2 മാർക്കിങ്ങും കൂടി അങ്ങ് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്കിതാ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ചെറുതായൊരു കട്ട് കൊടുക്കാം. ഇനി നമ്മൾ നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത്. നെക്ക് നമ്മളൊരു 2.25 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട്. 2.25 ഇഞ്ചിൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് 3.25 ഇഞ്ചാണ്. 3.25 ഇഞ്ചിൽ നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ വീനെക്കാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് കൊടുക്കുക, ക്രോസ് ആക്കിയിട്ട്. എന്നിട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഇതാ ഇതുപോലെ ചെറുതായി ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളിവിടെ കർവ് ചെയ്തിട്ടുള്ള ആ ഒരു സമയത്തുണ്ടല്ലോ, ഒത്തിരി അങ്ങ് വളച്ചെടുക്കരുത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് റൗണ്ട് നെക്കാവും. ഇനി നമുക്കിതാ ഇതിനെ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ ഭാഗം തന്നെ നോക്കിയിട്ട് മടക്കി കൊടുക്കുക. നമ്മുടെ നെക്കിൻ്റെ മാർക്കിങ് 2 സൈഡിലും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനെ നന്നായി ഒന്ന് കൊട്ടിക്കൊടുക്കുക. കൊട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ നിവർത്തിയെടുക്കുമ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്ക് പോർഷനാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. ബാക്ക് പോർഷനിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഈ ലൈനിൻ്റെ മുകളിൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ മെയിൻ ക്ലോത്തും ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ലൈനിങ് ക്ലോത്താണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. 4 പീസ് ഉണ്ട് കേട്ടോ. അത് ഈ ഒരു പോർഷൻ ഫോൾഡ് ചെയ്ത ഭാഗമാണ്. ഇതിൻ്റെ വീതി നമ്മൾ എടുത്തിട്ടുള്ളത് 11.5 ഇഞ്ചാണ്. താഴോട്ടേക്കുള്ള ഇറക്കം എടുത്തിരിക്കുന്നത് 18 ഇഞ്ചാണ്. ഇനി മുകൾ ഭാഗത്തു നിന്നും നമുക്കൊരു 7.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. ഇനി ഇതാ ഇവിടെ നിന്നും നമ്മൾ താഴോട്ടേക്കായിട്ട് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുക. എന്നിട്ട് ക്രോസ് ആക്കിയിട്ട് അങ്ങ് വരച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴ്ഭാഗമില്ലേ, അവിടെ നമുക്കൊരു 1 ഇഞ്ചിൽ മുകളിലേക്കായിട്ട് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ചെറുതായി ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ സൈഡ് ഭാഗം തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. താഴ്ഭാഗം മാത്രം നമുക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ഇറക്കം കൊടുക്കാം. ബാക്കിയൊക്കെ അതേ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് എടുക്കാം. മെയിൻ ക്ലോത്ത് ഇതാ ഇതുപോലെ നിവർത്തി വെക്കുക. ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് പിൻ കുത്തി കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ മാർക്കിങ്ങിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഒരു 1/4 ഇഞ്ച് ഇപ്പുറത്തോട്ടാക്കിയിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചെറിയ ചെറിയ കട്ടിംഗ് ആയിട്ട് ഇവിടെ കൊടുക്കുക. ഇങ്ങനെ ചെറിയ കട്ടിങ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാതിരിക്കാൻ നോക്കണേ. ഇനി നമ്മൾ കുത്തി വെച്ചിട്ടുള്ള പിന്നുകളൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുക്കുമ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ നെക്കിനെ നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി നമുക്ക് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ അങ്ങ് തയ്ച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചേർത്ത് തയ്ച്ചു കൊടുക്കാം. ഇനി താഴ്ഭാഗവും നമുക്ക് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഇത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ്റെ നെക്ക് അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ ലൈൻ വരച്ചില്ലേ അതിൻ്റെ മുകളിലാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. നമുക്കൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ 2.25 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അത് നമ്മൾ ആ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ലൈൻ വരച്ച് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ ആക്കിയിട്ട് 2 സൈഡിലും ഇതുപോലെ മാർക്കിങ് വരുത്തുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുത്ത അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക നെക്ക്. ഇപ്പം നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ ഭാഗം ദാ ഇതുപോലെ ഒരു ലൈൻ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ 2 സൈഡിലും കാൽഭാഗം ആക്കി അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമ്മുടെ സെൻറ്റർ ഭാഗത്തിൻ്റെ ആ ഒരു മാർക്കിംഗ് ഇല്ലേ അതിൻ്റെ 2 സൈഡിലുമായിട്ട് ഓരോ സ്റ്റിച്ച് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ തയ്ച്ചെടുത്തിട്ടുള്ള 2 സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സിബ്ബ് അറ്റാച്ച് ചെയ്തെടുക്കാം. സിബ്ബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ 1/4 ഇഞ്ച് മാർക്കിങ്ങിൽ ഒരു വര കൊടുത്തിട്ടില്ലേ, അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം സിബ്ബ് തുറന്ന് വെച്ചിട്ട് സിബിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ ഈ ക്ലോത്തിനെ മുകളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അങ്ങ് തയ്ച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു സൈഡ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡും
നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ 1/4 ഇഞ്ചിൽ ഇതാ ഇതുപോലെ അങ്ങ് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ സിബ്ബ് നമുക്കിവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ സിബ്ബ് അറ്റാച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പോർഷൻ. നമ്മൾ കുറച്ച് ബീഡ്സൊക്കെ തുന്നിയെടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഈ ബാക്ക് പോർഷൻ്റെ നല്ല ഭാഗത്ത് ഫ്രണ്ട് പോർഷൻ്റെ നല്ല ഭാഗം തമ്മിൽ ചേർത്ത് വെക്കുക. അതായത് നല്ല ഭാഗം തമ്മിൽ ചേർത്ത് വെക്കുക. നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ അങ്ങ് നിവർത്തി കൊടുക്കുക. നിവർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ നമ്മൾ കുട്ടികൾക്കുള്ള ഫ്രോക്ക്, ക്രോപ്പ് ടോപ്പ്, അതുപോലെ തന്നെ ഹെയർ ബോസ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലുള്ള ക്രോസ് പീസ് എടുക്കുക. 2 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് ഇത്. നമുക്ക് ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അതായത് ചീത്ത ഭാഗത്ത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നടുമടക്കി കൊടുക്കുക. ക്രോസ് പീസിൻ്റെ നല്ല ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ വേണം കേട്ടോ മടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതാ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇതിങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒറ്റ തവണ അങ്ങ് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. ഇനി 2 സൈഡിലും എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു സൈഡ് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനാണ് തയ്ക്കാനുള്ളത്. അതായത് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടി ഞാൻ ഒരുമിച്ച് 1/4 ഇഞ്ചിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം മാത്രമാണ്. ഇനി താഴ്ഭാഗത്തെ ലൈനിങ് ക്ലോത്ത് ഇതാ നമുക്ക് ഇതുപോലെ ചീത്ത ഭാഗം കേട്ടോ
ഇപ്പോൾ മുകളിലായിട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ താഴെ ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്തും രണ്ടാക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡ് ഭാഗത്തും നമ്മൾ ചെറുതായി ഒന്ന് കർവ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ വേണം കേട്ടോ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരേ ലെവലിൽ തന്നെ പിടിച്ച് തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രോക്ക് തൂങ്ങിക്കിടക്കും സൈഡ് ഭാഗം രണ്ട് സൈഡിലും. അത് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അങ്ങ് തയ്ച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. താഴ്ഭാഗം രണ്ട് ക്ലോത്തും ഇതുപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ക്ലോത്തും ചെയ്തെടുക്കണം. ഇനി നമ്മളുടെ ഫ്രോക്കിനുള്ള വള്ളി തയ്ച്ചെടുക്കാം. വള്ളി തയ്ക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി വള്ളി ഇതാ നമ്മൾ 1 ഇഞ്ച് മുകളിലായിട്ട് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഒരു സൈഡ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതേ ലെവലിൽ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് സ്കേർട്ടിൻ്റെ നല്ല ഭാഗം ഈ നല്ല ഭാഗത്തോട് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചിലങ്ങ് തയ്ച്ചെടുക്കാം. ഈ ഒരു ഭാഗം നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ചുളിവുകൾ വരാതെ ശ്രദ്ധിക്കാം. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നിവർത്തിയെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പം ചെയ്ത ഇതേ മെത്തേഡിൽ തന്നെ അടുത്ത ഭാഗവും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതാ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഈ ഒരു സൈഡും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതാ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കാം. മടക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫ്രോക്കിൻ്റെ വള്ളി ഉണ്ടല്ലോ അകത്തേക്കാക്കി വെക്കണം. എന്നിട്ട് രണ്ട് സൈഡും നമുക്ക് ഒരേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് അത്രയും ഭാഗം വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് ഇത്രയും ഭാഗം എത്തുമ്പോൾ ഇവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, മെയിൻ ക്ലോത്ത് ഒരുമിച്ച് വെക്കുക. ലൈനിങ് ക്ലോത്തിനെ ഇങ്ങ് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ലൈനിങ്ങിൽ സ്റ്റിച്ച് പെടാതെ മെയിൻ ക്ലോത്തിലേക്കാണ് സ്റ്റിച്ച് എടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് തയ്ച്ചെടുക്കുക. രണ്ട് ക്ലോത്തും കൂടി ഒരുമിച്ച് തയ്ച്ചാൽ നമുക്ക് ആ ഒരു ഫ്രോക്ക് വൃത്തിക്ക് നിൽക്കത്തില്ല. ഇതുപോലെ തയ്ച്ചാൽ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും. സ്റ്റിച്ചിങ്ങിൻ്റെ അവസാനം നമുക്ക് ലോക്കിട്ട് നിർത്താം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നതേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ 2 സ്റ്റിച്ച് ഇടുക കേട്ടോ. ഇനി ഇതാ ലൈനിങ് ക്ലോത്തിന് നമുക്കിതാ ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അവിടുന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന സിബിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണേ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.